നാളെ ഒരു ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അവർ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. നാളെയില്ല, മറ്റന്നാൾ രാവിലെ മുതൽ ഇതേ രീതിയിൽ നേവിയും ഈശ്വർ മൽപ്പയുടെ ടീമും SDRF-ഉം NDRF-ഉം ഇതേ തെരച്ചിൽ തുടരും. ലോക മലയാളികൾ മുഴുവൻ അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. അർജുനെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രത്യേകിച്ച് മീഡിയക്കാരൊക്കെ നിങ്ങളിങ്ങനെ നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവ്വം കാത്തു നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയിൽ ആ ചെളിമണ്ണിനകത്ത് ആ പാറയുടെ അടിയിൽ ആ മരങ്ങൾക്കടിയിൽ നമ്മുടെ ഭാരത് ബെൻസ് നമ്മുടെ അർജുനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ഡ്രഡ്ജിങ് മെഷീൻ എത്തുന്നതോടുകൂടി അതിനിടയിൽ ചിലപ്പോൾ ഡ്രഡ്ജിങ് മെഷീൻ അവർ 10 ദിവസം സമയം ചോദിച്ചു, പറ്റേലാന്ന് അവർ പറഞ്ഞു. കളക്ടർ 7 ദിവസം പറ്റേലാന്ന് പറഞ്ഞു. തിങ്കളാഴ്ചയോടുകൂടി ആ ഡ്രഡ്ജിങ് മെഷീൻ ഇവിടെ എത്തിക്കാനുള്ള ഉറപ്പും അതിന്റെ അഡ്വാൻസ് ഒക്കെ കൈമാറതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള തീരുമാനമാണ് നേരത്തെ ചേർന്ന മീറ്റിംഗിൽ എടുത്തിട്ടുള്ളത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് 1 മാസമായി. അർജുനെയും ഒപ്പം കാണാതായവരെയും കണ്ടെത്താനായി ഗംഗാവലി പുഴയിൽ ഒഴുക്ക് കുറയുന്നതുവരെ കാത്തിരുന്ന ശേഷം ഇന്ന് സജീവമായി തെരച്ചിൽ തുടർന്നു. നേവിയും മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപ്പയും മുങ്ങി നോക്കിയെങ്കിലും ചില ലോഹഭാഗങ്ങൾ മാത്രമാണ് കാണാനായത്. നദിയിൽ കുന്നുകൂടി കിടക്കുന്ന മണ്ണും പാറകളും ഡ്രഡ്ജർ ഉപയോഗിച്ച് മാറ്റിയാലേ അർജുന്റെ ലോറിക്കടുത്ത് എത്താൻ കഴിയൂ. എത്ര നാൾ തുടരേണ്ടി വരും ഈ ദൗത്യം? പ്രൈം ഡിബേറ്റിൽ റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ M. ഇന്ദ്രബാലൻ, കേണൽ S. ഡിന്നി, കരസേന മുൻ ഓഫീസർ, അർജുന്റെ സഹോദരി ഭർത്താവായ ജിതിൻ പങ്കുചേരുകയാണ്. ഒപ്പം അർജുന്റെ അയൽക്കാരനായ കൃഷ്ണദാസ് എന്നിവരും ഉണ്ട്. ആദ്യം ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ ഇന്ന് ഏകദേശം 12 തവണയെങ്കിലും ഈശ്വർ മൽപ്പെ ഡൈവിംഗ് നടത്തിയിട്ടുണ്ടാവും, അതിൽ കൂടുതൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നേവിയുടെ സംഘവും ഇന്ന് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തി. ഇന്ന് ഒഴുക്ക് കുറവായിരുന്നു, പക്ഷെ ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ എന്താണ് തടസ്സമെന്നാണ് താങ്കൾക്ക് പറയുവാൻ കഴിയുന്നത്? കഴിഞ്ഞ 1 മാസത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് ഓരോ ദിവസവും ഒരവസാനമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. ആ പ്രതീക്ഷ ഇടക്ക് വെച്ച് മുറിഞ്ഞു. വീണ്ടും ഇത് ആരംഭിച്ചപ്പോൾ മറ്റൊരു പ്രതീക്ഷയുമായിട്ടാണ് ഈ നാടും ആ കുടുംബവും കാത്തിരിക്കുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നലെ തുടങ്ങാനിരുന്ന ആ തിരച്ചിൽ തുടങ്ങുന്നതിലെടുത്ത വീഴ്ചകളെല്ലാം നമ്മൾ നേരിക്കണ്ടതാണ്. ഇന്നും അതിരാവിലെ തന്നെ ഈശ്വർ മൽപ്പെ എല്ലാ തയ്യാറെടുപ്പോടു കൂടി വന്നപ്പോഴും തുടങ്ങാനുണ്ടായ ആ സാങ്കേതിക തടസ്സങ്ങൾ എന്തെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ നാളെ സ്വാതന്ത്ര്യദിനത്തിന് ഒഴിവ് കൊടുത്തിരിക്കുകയാണ്. മറ്റന്നാൾ തുടങ്ങുമെന്ന് പറയുന്നു. തുടങ്ങിയാൽ കാണാമെന്ന രീതിയിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോ ദിവസവും ഇവരുടെ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ എല്ലാം എന്തോ ഒരു നിസ്സംഗത ഭാവത്തോടു കൂടിയാണ് ഈ തിരച്ചിൽ സംഘത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിൽ വരുന്നത്. എന്തായാലും ആ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ചു നേരത്തെ തിരച്ചിലാണെങ്കിൽ പോലും പ്രതീക്ഷയുടെ കുറച്ച് കണികകൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അത് ഈശ്വർ മൽപ്പയുടെ വാക്കുകളിലും ആ അവസാനം കണ്ടുകിട്ടിയിരിക്കുന്ന കയർത്തുമ്പിൽ നിന്ന് അതിനടിയിൽ കിടക്കുന്ന മരങ്ങൾ മാറ്റിയാൽ എനിക്ക് വണ്ടി കണ്ടെത്താൻ കഴിയുമെന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് നൽകുന്നത്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ വീണ്ടും കാത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ശരി, കേണൽ ഡിന്നി, ഇന്നത്തെ ഈ തെരച്ചിൽ കാണുമ്പോൾ ഇതിനകത്തൊരു ഏകോപനത്തിന്റെ കുറവ് പ്രകടമല്ലേ? ഇപ്പോൾ ഈശ്വർ മൽപ്പെ എന്നയാൾ സ്വന്തം നിലയ്ക്ക് തന്നെ ഗംഗാവലി പുഴയിൽ മുങ്ങുന്നതിന് വേണ്ടി മുങ്ങി നോക്കി ഈ ലോറി കണ്ടെത്തുവാനായിട്ട് മുന്നോട്ട് വരികയാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന കാര്യം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ജില്ലാ കളക്ടർ അവിടെ എത്താൻ വൈകി. ഇതിപ്പോൾ ഒരു പേരിന് മാത്രം നടക്കുന്ന പരിശോധന എന്ന രീതിയിലായിട്ടുണ്ടോ ഈ മാധ്യമങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി നടത്തുന്നത്? അതല്ലാതെ ഒരു ഏകോപനം ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാലാവസ്ഥ മോശമായി പിന്നെ കാലാവസ്ഥ നന്നായി വന്ന ഈ ദിവസങ്ങളിൽ തന്നെ ഒരു ഡ്രഡ്ജർ എത്തിക്കുവാനുള്ള ചർച്ചകളെങ്കിലും നടക്കേണ്ടതായിരുന്നു. പക്ഷെ കേരളത്തിൽ നിന്ന് കിട്ടില്ല എന്ന രീതിയിൽ വന്നപ്പോൾ പിന്നെ അടുത്ത ഓൾട്ടർനേറ്റീവ് എന്താണ് എന്ന കാര്യം ചിന്തിച്ചില്ല. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന കാര്യത്തിൽ രണ്ട് സർക്കാരുകളും തമ്മിൽ വേണ്ടത്ര ആശയവിനിമയം നടത്തിയില്ല. അപ്പോൾ ഇന്ന് എന്തിനു വേണ്ടി പരിശോധന നടത്തി എന്ന സംശയം പോലും ഉയരുകയാണല്ലോ ഒരു ഏകോപനവും ഇല്ലാതെ.
തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കിപ്പം മനസ്സിലാവുന്നത്, അതായത് ഇത്രയും ദിവസം കഴിഞ്ഞപ്പം ഏകദേശം ഈ കാലാവസ്ഥ മോശമായി ഈ തെരച്ചിൽ അവസാനിപ്പിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് അവർ വളരെ നല്ല രീതിയിൽ അവരുടെ എല്ലാ റിസോഴ്സസും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കാലാവസ്ഥ മോശമായി, പിന്നെ ഒരു അനിശ്ചിത കാലത്തേക്കുള്ള ഒരു തെരച്ചിൽ മാറ്റിവെച്ചതിന് ശേഷം ഇപ്പം അവിടെ ഈ ഒരു തെരച്ചിൽ എനിക്ക് തോന്നുന്നു ആ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചോളം ഒരു പ്രയോറിറ്റി അല്ല, അല്ലാതെ അതിനൊരു മുൻഗണന ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് കൊടുക്കുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. കാരണം ഇന്ന് തന്നെ ആ ഒരു ഒറ്റ കാരണം തന്നെയാണ്. അതായത് ആദ്യം ഈശ്വർ മൽപേ വരുന്നു, അദ്ദേഹം ഡൈവ് ചെയ്യുന്നു, പിന്നീട് നേവി വരുന്നു, നേവി പിന്നെ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഒരു ഡെഫിനറ്റ്ലി ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ട് എന്ന് നമുക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് തോന്നാം. അകത്ത് അവർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അവർക്ക് മാത്രമേ, പക്ഷെ വെളിയിൽ നിന്നുള്ള ഒരു മെസ്സേജിങ് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. അല്ല, ഞാൻ നേരത്തെ ശരിയാണ്, ഈശ്വർ മൽപേയും നേവിക്കും ഒക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഈശ്വർ മൽപേ ഈ ഗംഗാവലി പുഴയിലെ ഒഴുക്ക് കൂടിയിരുന്ന സമയത്ത് പോലും ഇറങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷെ അങ്ങനെ അനുമതി കൊടുക്കാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ഈശ്വർ മൽപേയുടെ ജീവന് ഭീഷണി ഉള്ളതാണ് നദിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. നേവി സ്വാഭാവികമായിട്ടും അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് അവർ മാറി നിൽക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ പോസിറ്റീവായി വന്ന സ്ഥിതിക്ക് ഈ രാവിലെ തന്നെ ഈ തെരച്ചിൽ തുടങ്ങുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധി അവിടെ എത്തേണ്ടതായിരുന്നു, ജില്ലാ കളക്ടർ എത്തേണ്ടതായിരുന്നു, എത്തിയില്ല. അത് മാത്രമല്ല, ജില്ലാ കളക്ടർ വന്നതിന് ശേഷം തെരച്ചിൽ തുടങ്ങിയാൽ മതി എന്നൊരു നിർദ്ദേശം പോലും കൊടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ പേരിനാണോ ഈ വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി നടത്തുന്ന രീതിയിലായിപ്പോയോ എന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്. പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ കാർവാർ MLA ആയ സതീഷ് സെയിൽ അദ്ദേഹം ഒരു പ്രത്യേക താല്പര്യം എടുക്കുന്നുണ്ട്. അതിനാൽ കുറെ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നല്ലേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷി, വേറൊരു വിഷയം നമ്മൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ തൃശ്ശൂരിൽ നിന്ന് ഒരു ഡ്രഡ്ജർ ഇവിടുന്ന് പോകും എന്ന ഒരു വാർത്ത ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇമ്മീഡിയറ്റ്ലി, അതായത് ആ സമയത്ത് തന്നെ ഇവിടുന്നുള്ള ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഇവിടുന്നുള്ള സ്പെഷ്യലിസ്റ്റ് പോയി ഓൺ ഗ്രൗണ്ട് സൈറ്റ് നോക്കിയിട്ട് മാത്രമേ അത് ഉപയോഗമുള്ളോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവർ അടുത്ത ദിവസം തന്നെ പോയതായിട്ടാണ് നമ്മൾ ന്യൂസിൽ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അവരവിടെ ചെന്ന് അതവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഉണ്ടായതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷന് വേറെ ഒരു രീതിയിലേക്കുള്ള ഒരു ഡ്രഡ്ജിങ്ങോ മറ്റു കാര്യങ്ങളും ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവിടെ ഡ്രഡ്ജിങ് തുടങ്ങാമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ എനിക്കൊന്ന് ബൈജു പോലത്തെ റിപ്പോർട്ടേഴ്സ് പറയുന്നത് ഇനി അവർ അവിടെ ഓൾറെഡി ഗോവയിൽ നിന്ന് ഒരു ഡ്രഡ്ജിങ്ങിന്റെ മെഷീനെ കൂടി സംസാരിച്ചിട്ടുണ്ട്. 50 ലക്ഷം രൂപ കൊടുക്കണം, അത് 10 ദിവസം വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് 7 ദിവസമാക്കി മാറ്റി. ഇനി അടുത്ത തിങ്കളാഴ്ചത്തേക്ക് വരും എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് താഴോട്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഔട്ട് ആയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ ഇതും ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് അത് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ശരി, ഇപ്പോൾ KV ബൈജു ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ഷിരൂരിൽ നിന്ന് തത്സമയം. ബൈജു, മുഴുവൻ സമയവും തെരച്ചിൽ സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ഇപ്പോൾ ഇവിടെ കേണൽ S. ഡിന്നി പറയുന്നത് ഒരു പ്രയോറിറ്റി പട്ടികയിൽ നിന്ന് മാറിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ എന്നാണ് ഈ തെരച്ചിൽ പ്രക്രിയ. അത് പ്രകടമായിരുന്നുവല്ലോ. ഇതിപ്പോൾ എന്നെങ്കിലും കണ്ടെത്തിയാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇനി ഡ്രഡ്ജർ കൊണ്ടുവന്ന് അത് തന്നെ പൂർണ്ണമായിട്ടും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇന്ന ദിവസം ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റുമെന്ന് കൊണ്ടുവന്ന് പിന്നെ അവിടുത്തെ ആ മണ്ണ്, അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം അടുത്ത ഘട്ടം എന്ന രീതിയിലേക്കല്ല. ഇപ്പോൾ ഇന്ന് നടത്തിയ രീതിയിലുള്ള മുങ്ങലുകൾ അത് വെള്ളിയാഴ്ചയും തുടരുമെന്ന് പറയുന്നുണ്ട്. ആ രീതിയിലുള്ള തെരച്ചിൽ തുടരും. അതിൽ ഈ 2 സംഘങ്ങളും, ഈശ്വർ മൽപേയുടെ സംഘവും നാവികസേനയുടെ സംഘവും ഉണ്ടായിരിക്കും. ഒപ്പം NDRFും SDRFും ഈ തെരച്ചിലിൽ പങ്കെടുക്കും. പക്ഷെ അത് ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നവർക്കൊരു ഉറപ്പില്ലല്ലോ. ഇന്നത്തെ പോലെ തന്നെ ആയിരിക്കുമല്ലോ വെള്ളിയാഴ്ച എന്ന് അവർ തന്നെ പറയേണ്ടി വരികയാണല്ലോ. മഞ്ജുഷ, തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ രക്ഷാദൗത്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാം, തുടക്കം മുതൽ തന്നെ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഓരോ പ്രവൃത്തികളും ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിനായി ചെയ്യുന്നതും എത്രത്തോളം അതിൽ ഇവർ പഠിച്ചിട്ടാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകാത്ത രീതി തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ടെടുത്ത ഈ തീരുമാനം ഒരു പക്ഷേ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെയോ ഈ ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള തിരച്ചിലായിരുന്നു ശരിക്കും പ്രായോഗികമായി ചെയ്യേണ്ടത്. അതിന് പകരം ഇത്തരത്തിൽ
ഇത്തരത്തിൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ മുങ്ങൽ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് ആ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ നേരത്തെയും ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു. അത് അടിയൊഴുക്ക് കുറവാണെങ്കിലും വലിയ തോതിൽ ചെളിയും കല്ലുമൊക്കെ ഇതിന് അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതുകൂടാതെ വലിയൊരു മരം, അത്തരത്തിൽ വലിയ സങ്കീർണമായ ഒരു ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഇത്തരത്തിൽ നടത്തേണ്ടത്. അതിന് ഒരു പക്ഷേ ഈ മുങ്ങൽ വിദഗ്ധന്മാർ എത്തിയാൽ തന്നെ ഈ ലോറി കണ്ടെത്തിയാൽ പോലും അത് പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനം ഇതുവരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായൊരു രീതിയിലുള്ള തെരച്ചിൽ ഇതുവരെ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഇതിൽ ആകെ ഉണ്ടായിരുന്നത് മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ. അദ്ദേഹം കൃത്യമായി റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കൃത്യമായി ആ സ്ഥലമൊക്കെ ലൊക്കേറ്റ് ചെയ്തിരുന്നെങ്കിലും അതിനുശേഷവും അതിന് മുൻപുമൊക്കെ കണ്ടത് നമ്മൾ ഓരോ പരീക്ഷണമായിരുന്നു ഈ ശിരൂരിൽ നടത്തിയത്. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ കാര്യമായ ഒരു പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ തെരച്ചിൽ ഇന്ന് തെരച്ചിൽ നടത്തിയത്? ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് തെരച്ചിൽ നടത്തിയത്? ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർ പോയി എന്തെങ്കിലും കണ്ടെത്തിയാൽ തന്നെ അവ പൊക്കിയെടുക്കുന്നതിന് വേണ്ട സൗകര്യം പോലും ഒരുക്കാതെയല്ലേ ഇന്നത്തെ തെരച്ചിൽ? ഇത് താഴെ പോയി എന്തെങ്കിലും ഈ ലോറിയുടെ ഭാഗം കിട്ടിയാൽ തന്നെ അവിടെ പോയി ക്ലിപ്പിട്ട് അത് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും? അതിനുള്ള സംവിധാനമില്ലല്ലോ. ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുക്കേണ്ടി വരും. ഈ ലോറിയുടെ ഭാഗം കിട്ടിയെങ്കിൽ അതിനുള്ള സംവിധാനമില്ല. എന്നെത്തിക്കുമെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ഒരു പേരിന് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമായിരുന്നില്ലേ ഇന്നത്തെ ഈ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചുള്ള ഇന്നത്തെ ഈ ദൗത്യം നടത്തിയത്? തീർച്ചയായും മഞ്ജുഷ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇന്ന് മുഴുനീളെ റിപ്പോർട്ട് ചെയ്തതും അത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ലോറി കണ്ടു എന്ന് വിചാരിച്ചാൽ അപ്പോഴും ഇത് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനവും ഇന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഈ യന്ത്രം എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇനി യന്ത്രം എത്തിച്ച് ഈ ചെളി മാറ്റി ഈ ലോറി കണ്ടെത്തിയാൽ അതിന് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സംവിധാനം കൂടി കണ്ടെത്തേണ്ടത്. അത്തരം മാർഗങ്ങളൊന്നും ഏതെങ്കിലും തരത്തിൽ ഈ ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടില്ല. അത് ഇനി പിന്നീടായിരിക്കും തീരുമാനിക്കുക. ഏതായാലും ഇത് കടൽ മാർഗം ഇവിടെ എത്തിച്ച് ഈ ഇത്തരത്തിൽ ഓരോ ഭാഗങ്ങളും കൃത്യമായി ഇപ്പോഴും ഈ ലോറിയുടെ സ്ഥലം എവിടെയാണെന്ന് കൃത്യമായി ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഏതായാലും ലോറി ഈ പുഴയിൽ ഉണ്ടെന്നൊരു സ്ഥിരീകരണം അല്ലാതെ അത് ഏത് ഭാഗത്ത് എന്ന് കൃത്യമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും തെരച്ചിൽ നടത്തുക എന്നത് ആ യന്ത്രം എത്തിയതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇന്ന് തന്നെ നമ്മളത് കണ്ടതാണ്. ആദ്യം ഇന്ന് ഒരു ഡീസൽ ഉയർന്നു വരുന്ന ഒരു സംശയം വന്ന ആ ഇടത്തായിരുന്നു ഉച്ചവരെ ഉണ്ടായിരുന്ന പരിശോധന. പിന്നീട് അത് മാറി തൊട്ടപ്പുറത്ത് ലക്ഷ്മണൻ എന്ന് പറയുന്നവരുടെ കടയുടെ പിറകിലായിരുന്നു. അവിടെ നിന്നാണ് ഈ കയർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കിട്ടിയത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്ഥലത്തായിരിക്കും ഈ യന്ത്രം കൊണ്ടുവന്ന് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടക്കുക എന്നാണ്. എന്തായാലും അപ്പോഴും ലോറി കണ്ടെത്തിയാൽ തന്നെ അതിന് പുറത്തേക്ക് എങ്ങനെ എടുക്കും, അതിനുള്ള സംവിധാനം എന്തൊക്കെയാണ്, അതൊന്നും ഇപ്പോൾ ഏതായാലും അറിയുന്നില്ല. ഏതായാലും വളരെ വൈകിയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നതും പിന്നീട് അത് വളരെ വൈകിയാണ് നടപ്പിലാക്കുന്നതും എന്ന് തന്നെയാണ് ശിരൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും അവസാനമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇനി തിങ്കളാഴ്ച ഇത് കൊണ്ടുവന്ന് യന്ത്രം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ഡ്രഡ്ജറിന്റെ കാര്യത്തിൽ തന്നെ എന്തോ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണല്ലോ. അത് കേരളത്തിൽ നിന്ന് ഡ്രഡ്ജറിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് അതിനുള്ള വസ്തുത എന്താണ്? ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള മറുപടിയാണോ അതോ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും പക്ഷേ അതിനുള്ള സൗകര്യം കിട്ടുന്നില്ല എന്നാണോ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇപ്പോൾ ഒടുവിൽ ഗോവയിൽ നിന്ന് കൊണ്ടുവരാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. മഞ്ജുഷ, ഈ കേരളത്തിൽ നിന്നുള്ള യന്ത്രം കൊണ്ടുവന്നൊന്നും ഈ ഇത്രയും വലിയ ഒരു ആൽമരമൊന്നും അവിടുന്ന് മാറ്റാനോ നീക്കം ചെയ്യാനോ ഒന്നും അത് പ്രായോഗികമല്ല. പക്ഷേ അത് ഒരു കാരണം അദ്ദേഹം പറഞ്ഞു എന്നല്ലാതെ അത് AK അഷ്റഫ് വ്യക്തമാക്കിയിരുന്നു. ആ യന്ത്രം കൊണ്ടുവന്ന് ഇത്രയും വലിയ ഈ മണ്ണ് അതുപോലെ കല്ലൊക്കെ മാറ്റുന്ന അത് ചെറിയ തോടുകളിലൊക്കെ പായലും മറ്റും ഈ വൃത്തിയാക്കുന്ന ഒരു യന്ത്രം മാത്രമാണ്. അവർ ഈ പുഴയിൽ വന്ന് തന്നെ അവർ ഇത് കണ്ടതാണ്. ഇവിടെ അത് അസാധ്യമാണ് അത് ഉപയോഗിച്ചുള്ള തെരച്ചിലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പേരിന് വേണമെങ്കിൽ ആ യന്ത്രം ഇവിടെ കൊണ്ടുവരാം എന്നേ ഉള്ളൂ. പക്ഷേ ഗോവയിൽ നിന്നും കൊണ്ടുവരുന്ന അതായത് 50 ലക്ഷം രൂപയാണ് അതിന് വാടക എന്നാണ് പറയുന്നത്. മൊത്തം ചിലവും ഇനത്തിലും മറ്റുമായി ഉണ്ടാകുന്നത്. ആ 50 ലക്ഷം രൂപ കൊടുത്ത് കൊണ്ടുവരുന്ന യന്ത്രം ഒരു പക്ഷേ ഈ നീക്കം ചെയ്യാൻ സാധിക്കുമായിരിക്കും. അപ്പോഴും ഈ ലോറി കണ്ടെത്തിയാൽ തന്നെ ആ ലോറി പുറത്തേക്ക് എങ്ങനെ എടുക്കും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതിന് മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരും. ക്രെയിൻ, വലിയ തോതിലുള്ള ക്രെയിൻ കൊണ്ടുവന്ന് അത് പുറത്തേക്ക് എടുക്കേണ്ടി വരും. ഏതായാലും ചെളി മാറ്റുന്ന ഒരു യന്ത്രമാണ് കൊണ്ടുവരുന്നത്. ആ യന്ത്രം ഉപയോഗിച്ച് ലോറി കൃത്യമായി കണ്ടെത്തി മറ്റ് യന്ത്ര സംവിധാനത്തോട് പുറത്തെടുക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഏതായാലും ഈ കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഈ തിങ്കളാഴ്ചയോടുകൂടി ഈ യന്ത്രം എത്തിക്കാൻ പറ്റുമെന്ന
എന്ന ഒരു കാര്യം മാത്രമാണ് ഇന്ന് വ്യക്തമാക്കിയത്. ഒരു പക്ഷേ അത് ഇനിയും നീണ്ടേക്കാം. തിങ്കളാഴ്ച അത് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. നാളെ തിരച്ചിലില്ല. ഇനി മറ്റന്നാൾ ഈശ്വർ മൽപ്പയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ 10 മണി മുതൽ ഈ സമയം വരെ അദ്ദേഹം ഈ പുഴയിൽ തിരച്ചിൽ നടത്തിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും വലിയ തോതിലുള്ള പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഏതായാലും ചില വസ്തുക്കൾ കിട്ടിയെന്നത് വാസ്തവമാണ്. ഈ അർജുന്റെ ലോറിയുടെ വസ്തുക്കൾ തന്നെയാണ് കിട്ടിയത്. ശരി കെ വി ബൈജു, ഞാൻ ബൈജു ഇന്ന് പകൽ സമയം മുഴുവൻ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് കണ്ട ചിത്രമാണ് ബൈജു ഇപ്പോൾ പ്രൈം ഡിബേറ്റിൽ പങ്കുവച്ചത്. അല്പസമയത്തിനകം ലോറി ഉടമയായ മനാഫും തത്സമയം ചേരും. അതിനു മുമ്പ് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ തത്സമയം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ എം ഇന്ദ്രബാലൻ, താങ്കൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ സ്പോട്ടുകൾ, ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ ആ സ്പോട്ടുകൾ അവിടെ തന്നെയാണോ കൃത്യമായിട്ട് ഇപ്പോൾ ഈ തെരച്ചിൽ ഇന്ന് നടന്നത്? എന്താണ് താങ്കൾക്ക് ഇന്നത്തെ ഈ തെരച്ചിലിന്റെ വിവരങ്ങൾ അറിഞ്ഞതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്നത്? കൃത്യമായാണോ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? എനിക്ക് അവിടുന്ന് ശരിക്കും റിപ്പോർട്ട് എടുക്കാൻ കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ ഒരു ടീമിനോട് സംസാരിച്ചു. അവർ പറഞ്ഞത് കുറെ പാർട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ആ പാർട്സ് എന്താണ് അവർ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. പക്ഷെ ആ പാർട്സ് ഏത് പോയിന്റ് നിന്നാണ് കിട്ടിയത് അത് ആർക്കും തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് ഇപ്പോ ഉള്ള അറിവ്. പക്ഷെ അവർ കൃത്യമായിട്ട് CP4 ഡൈവ് ചെയ്തു. അവിടെ എന്താ ചെയ്ത്, അത് ആരാ ഡൈവ് ചെയ്ത്? കാരണം നേവി അവിടെ ഡൈവ് ചെയ്തിട്ടില്ല. അവരോട് ഞാൻ സംസാരിച്ചു. ഇപ്പോ ചിലപ്പോ മാൽപ്പ അവിടെ ഡൈവ് ചെയ്താണെങ്കിൽ സംസാരിച്ചാലേ അറിയുള്ളൂ എന്താ അവിടെ ചെയ്തതെന്ന് ശരിക്കും. ഇപ്പോൾ ഉച്ചയ്ക്ക് മൽപ്പയെ സംസാരിച്ചതിൽ നിന്ന് ഈ വിസിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ട്. 20 മിനിറ്റ് സമയം ഒരു തവണ അദ്ദേഹത്തിന് ആഴങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഏതാണ്ട് 12ഓളം ഡൈവുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു തവണ 20 മിനിറ്റിലേറെ അദ്ദേഹത്തിന് മുങ്ങിക്കിടക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സെർച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ താഴെ മരക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ പാറകളൊക്കെ ഉണ്ട്, ഈ മണ്ണടിഞ്ഞു കിടക്കുകയാണ്. വിസിബിലിറ്റി പക്ഷേ ഉണ്ട്, പക്ഷെ അതിനും താഴേക്ക് പോകേണ്ടി വരും എന്നാണ് ലോറി കണ്ടെത്താൻ. ശരിക്കും ഈ ഐബോർഡ് പരിശോധനയിൽ ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ തെളിഞ്ഞു വന്നിരുന്നത്? അതിനൊരു വ്യക്തത എന്താണ്? അബ്സല്യൂട്ട്ലി ഇത് അങ്ങനെയാണ് നമ്മളും ഇതിനെ പ്രൊജക്ട് ചെയ്തത്. നമ്മുടെ CP4 വി ഹാഡ് സെഡ് ഹൈയസ്റ്റ് പ്രോബിലിറ്റി അവിടെ ആവാൻ ചാൻസ് ഉള്ളത്. പക്ഷെ അവിടെ നമുക്ക് കിട്ടിയതില് ലോറിയുടെ മേലെ കുറെ പാറകളും മറുമാവാൻ ചാൻസ് ഉണ്ട്. അത് മണ്ണ് ഡെഫിനറ്റ്ലി ഉണ്ട്. അതാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കണത്. സോ അത് അപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് ഒക്കെ മാറ്റിയിട്ടേ നമുക്ക് ട്രക്കിന് എത്താൻ പറ്റുള്ളൂ. അത് മാറ്റാനായിട്ട് സംവിധാനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ട്രക്കിന് എത്താൻ പറ്റും. പിന്നെ നമുക്ക് ട്രക്കിനെ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. ആസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ട്രക്കിന് പുറത്തെടുത്ത് ഒന്നും കിട്ടാനും പോകുന്നില്ല. വാട്ട് ഈസ് ആർ എയിം? നമ്മുടെ എയിം എന്താണ്? നമുക്ക് അർജുനന്റെ ശരീരം കിട്ടണം. അത് വി ഹാവ് ടു സീ. ആ ട്രക്കിന്റെ ബൾബൊക്കെ മാറ്റിയിട്ട് ട്രക്ക് അവിടെ കാണുകയാണെങ്കിൽ CP4 അവിടെ ക്യാബിനേഴ്സ് കണ്ടുപിടിച്ചിട്ട് വി ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് അവിടെ ക്യാബിനില് അർജുനന്റെ ശരീരം ഉണ്ടോ എന്ന്. ഇഫ് ദാറ്റ് ഈസ് ദർ, അതിന് പിന്നെ അണ്ടർ വാട്ടർ വെൽഡിംഗ് കട്ടിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ശരീരം മാത്രം എടുത്താൽ മതി. ഫുൾ ട്രക്കിന് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഫസ്റ്റ് തിങ് ഈസ് ആരെങ്കിലും താഴെ പോയിട്ട് നൗ ദാറ്റ് ഡൈവിംഗ് ഈസ് പോസിബിൾ, ഒരു പ്ലാനിങ് നന്നായി ചെയ്തിട്ട് ട്രക്ക് കണ്ടുപിടിച്ചിട്ട് അതിന്റെ അകത്ത് പരിശോധിക്കണം അർജുനന്റെ ബോഡി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ ഇപ്പോൾ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു ബ്രീഫിംഗ് കിട്ടിയിരിക്കുന്നത്. അവിടുത്തെ കാർവാർ MLA ഒരു ബ്രീഫിംഗ് കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ MLA ആയ AK മഷ്റഫും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിലേക്ക് ഒരു ബ്രീഫിംഗ് കിട്ടിയിരിക്കുന്നത് ഡ്രെഡ്ജർ കൊണ്ടുവരുന്നു എന്നാണ്. ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ കൊണ്ടുവരുന്നു, അത് മൺഡേ ഡ്രെഡ്ജർ എത്തിക്കും. അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മണ്ണും ചെളിയും ഇതെല്ലാം നീക്കം ചെയ്ത് അതിന്റെ താഴെയുള്ള ട്രക്കിലേക്ക് പോകുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ നിലവിൽ ഈ ഡൈവേഴ്സിന് അങ്ങ് എത്തുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഡ്രെഡ്ജിങ് നടത്താൻ പോകുന്നത്. പക്ഷെ അത് തുടക്കത്തിൽ ചെയ്യേണ്ടതായിരുന്നില്ലേ ശ്രീ ഇന്ദ്രബാലൻ? ഇതിപ്പോൾ മുങ്ങൽ വിദഗ്ധർ വെറുതെ ഇങ്ങനെ ഡൈവ് ചെയ്ത് നോക്കിയിട്ട് ഇതിനടിയിലേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിന് മുൻപ് തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പല്ലേ ഈ ഡ്രെഡ്ജിങ് എന്ന് പറയുന്നത്? അല്ല, അങ്ങനെയല്ല. വി ഹാവ് ടു ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. കാരണം നമ്മൾ ഡൈവേഴ്സ് ഉള്ള കാരണം ഡൈവേഴ്സ് പോയിട്ട് പരിശോധിക്കണം ഫസ്റ്റ്. ചിലപ്പോ അവിടെ ഇത്ര മണ്ണുണ്ടായിട്ടും ട്രക്കിന്റെ ഒരു ഭാഗം പുറത്താണ്, അത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ദെൻ വി കുഡ് ഹാവ് സേവ് ഒരുപാട് എഫേർട്ട് സേവ് ആയെന്നെ. ഇപ്പൊ ഡൈവേഴ്സ് താഴെ പോയിട്ട് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് കണ്ടിട്ട്. കാരണം ഇപ്പോൾ ചിലപ്പോൾ വിസിബിലിറ്റിയും ഈ മഡി വാട്ടർ ഒക്കെ ഇല്ലാത്ത കാരണം വിസിബിലിറ്റി ബെറ്റർ ആണ്. അപ്പോൾ അവർക്ക് നോക്കിയിട്ട് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അവിടെ ട്രക്കിന്റെ മേലെ കുറെ ഇങ്ങനത്തെ പാറയും മറുവും മഡും കിടക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്.
സോ നൗ വി ആർ ക്ലിയർ. നമുക്ക് അവിടുന്ന് എഫേർട്ട് എടുത്തിട്ട് അവിടുന്ന് കൊണ്ടുവരണം, ഇതിൽ മാറ്റാനായിട്ട്. വേറെ ഒരു സംവിധാനവും ഇല്ല. ഇനി ഇതിനകത്ത് ഐബോർഡ് പരിശോധനയോ സോണാർ ടെസ്റ്റോ വല്ലതും നടത്തേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. ഐ തിങ്ക് നമ്മൾ നടത്തിയ ടെസ്റ്റില് വി ആർ ക്വൈറ്റ് കോൺഫിഡന്റ്. CP4 ആ പൊസിഷനിൽ ട്രക്ക് ആവാൻ ഹയസ്റ്റ് ചാൻസ് ആണത്. പക്ഷെ മണ്ണൊക്കെ മാറ്റാതെ ഇറ്റ് ബി വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ വെള്ളം ക്ലിയർ ആയ കാരണം ദർ ആർ അണ്ടർ വാട്ടർ ക്യാമറാസ് അവൈലബിൾ. അണ്ടർ വാട്ടർ ക്യാമറാസ് ഉണ്ട്, അണ്ടർ വാട്ടർ ഡ്രോൺസ് ഉണ്ട്. എനിക്ക് കൊച്ചിയിലെ ഒരു കമ്പനി അറിയാം. ഇഫ് റിക്വയർഡ് ഐ ക്യാൻ പാസ് ദാറ്റ് ഓൺ ടു ദി അഡ്മിനിസ്ട്രേഷൻ ഓർ അവിടുത്തെ MLA. ആ ഡ്രോൺ കമ്പനിക്ക് ദേ ഹാവ് അണ്ടർ വാട്ടർ ഡ്രോൺ കൊണ്ടുവന്നിട്ട് ഡൈവർ ആരും താഴെ പോകേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ റൺ ദ ഡ്രോൺ ഓൾ ഓവർ, ഗിവ് യു എ ഫുൾ ഷോട്ട്. പിന്നെ അവർക്ക് ഒരു സ്പെഷ്യൽ സോണാർ ഉണ്ട്. ആ സോണാറിന് ദേ ഓൾമോസ്റ്റ് ഗെറ്റ് നിയർ അബൌട്ട് ഇമേജ് ഓഫ് ഒബ്ജക്ട് അണ്ടർനീത്ത്. അതിനെ ഉപയോഗിച്ചാൽ ടെക്നോളജിക്കലി യു ക്യാൻ ഈവൻ അണ്ടർസ്റ്റാൻഡ് താഴെ പോയിട്ട് ഓൾ 4 പോയിന്റ്സിനെ നമുക്ക് പോയി നോക്കാൻ പറ്റും. ഹയസ്റ്റ് അവിടെ എന്താ പിക്ചറായിട്ട് ഒരു കിട്ടിയിട്ട് പിന്നെയും ഇത് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾസോ ടെക്നോളജി വിച്ച് ഇസ് അവൈലബിൾ. അപ്പോൾ അതുകൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ അല്ലേ? യെസ്, വെരി മച്ച്. ആ ടെക്നോളജി കൊച്ചിയിൽ തന്നെ അവൈലബിൾ ആണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ടെക്നോളജി വിച്ച് ദിസ് കമ്പനി ഈസ് ഓൾറെഡി എക്സ്പോർട്ടിംഗ് ടു സം ഗ്രീൻലാൻഡ്. അവരെന്തോ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ അണ്ടർ വാട്ടർ സർവേയിനൊക്കെ. സോ ഇറ്റ്സ് അവൈലബിൾ. ദാറ്റ് ടെക്നോളജി ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഇമേജ് തന്നെ കിട്ടും അല്ലേ? ഇമേജ് തന്നെ കിട്ടും. അൺലൈക്ക് അവർ നമുക്ക് റഡാർ ഇമേജ് ആണ് കിട്ടുക, അവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയ ഇമേജ് കിട്ടും. ദാറ്റ്സ് അവൈലബിൾ വിത്ത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ 4ാമത്തെ സ്പോട്ടാണല്ലോ താങ്കൾ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് സെർച്ച് നടത്തിയപ്പോൾ 2-3 സ്പോട്ടുകളിൽ കൂടുതലായിട്ട് മുങ്ങുന്നത് കണ്ടായിരുന്നു. 4ാമത്തെ സ്പോട്ടിലേക്ക് പോകുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഈ 2ാമത്തെ സ്പോട്ട് ഇവർ കൂടുതലായിട്ട് പോകാൻ, അതായത് ഈ ഷോറിനോട് കുറച്ചുകൂടി അടുത്ത സ്ഥലമാണല്ലോ, അവിടെ ഈ ഡീസലിന്റെ അംശം കണ്ടു എന്നുള്ളതാണ്. അതാണ് രാവിലെ കുറെ അധിക സമയം ആ ഭാഗത്ത് മുങ്ങിയത്. അത് എന്താ റീസൺ അവിടെ ഇറങ്ങിയത് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം എഫേർട്ട് സ്പോട്ട് 4 തുടക്കേണ്ടതാണ്. ഇസ് വാട്ട് മൈ അഡ്വൈസ്. ശരി, നന്ദി. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലനാണ് സംസാരിച്ചത്. അദ്ദേഹമാണ് ഐബോർഡ് പരിശോധനയിലൂടെ ഈ സ്പോട്ടുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തത്. അതിൽ തന്നെ 4ാമത്തെ സ്പോട്ടിലായിരിക്കും ലോറി ഉണ്ടാവുക എന്നതാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം. എന്തായാലും വരും ദിവസങ്ങളിലും വെള്ളിയാഴ്ചയും മുങ്ങൽ വിദഗ്ധർ ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തും. അതോടൊപ്പം തന്നെയാണ് ഡ്രഡ്ജർ കൂടി കൊണ്ടുവരുന്നത്. ശ്രീ കൃഷ്ണദാസ്, ഇതാണ് ഇപ്പോൾ എന്താണ് ഇന്നവിടെ നടന്നത് എന്ന കാര്യത്തിൽ KV ബൈജു നൽകിയ വിവരവും അതോടൊപ്പം തന്നെ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യേണ്ടത് എന്നതിന് ശ്രീ M ഇന്ദ്രപാലൻ നൽകിയിരിക്കുന്ന വിശദീകരണവും. ഇത് വരും ദിവസങ്ങളിലെങ്കിലും പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടോ താങ്കൾക്ക്? സത്യം പറഞ്ഞാൽ താങ്കളുടെ റിപ്പോർട്ടറും അതുപോലെ തന്നെ ഇന്ദ്രപാൽ സാറും പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പോഴും അവിടെ നടക്കുന്ന തിരച്ചിലെന്ന് പറയുന്നത് ഇരുട്ടിൽ തപ്പുന്നതിന് സമമാണ്. കാരണം കഴിഞ്ഞ 30 ദിവസമായിട്ട് അവിടെ എന്താണെന്ന് കൃത്യമായി അറിയുന്ന ആളുകൾ ഇപ്പോഴും ഒരു ശാസ്ത്രീയ സംവിധാനത്തിൻ്റെ ബലത്തോടു കൂടിയല്ല ഈ ഓപ്പറേഷനെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ട്രക്ക് അവിടെ ഉണ്ടെന്നുള്ള സംശയം, അതിന് മുകളിൽ മണ്ണും മരങ്ങളും ഉണ്ടെന്നുള്ള സംശയം, ഇതെല്ലാം മാറ്റേണ്ടി വരുമെന്നത് അറിയുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഇന്ന് കണ്ടുപിടിച്ച കാര്യമല്ലല്ലോ. ഇത് ആഴ്ചകൾക്ക് മുമ്പ് തിരച്ചിൽ നടത്തിയപ്പോൾ ഈ സംഗതികളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം നീക്കം ചെയ്യണമെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ വേണമെന്ന് ഇന്ന് ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമല്ല. ഇതാലോചിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു കുടുംബം അർജുന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു പോയാൽ അത് അർജുന്റെ തിരച്ചിലിനെ ബാധിക്കരുത് എന്നതുകൊണ്ട് മാത്രം എല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരു കുടുംബമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ എന്തവർ ചെയ്താലും തെറ്റാണെങ്കിലും ശരിയായാലും അതിനോട് പ്രതികരിക്കാതെ കണ്ണും നട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ആ മണ്ണ് മാറ്റണമെങ്കിൽ ഡ്രഡ്ജ് മിഷൻ വേണം. മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ലത്. അവിടെ എന്തുണ്ട് എന്ന് നോക്കാൻ വേണ്ടി പറ്റും. അതിനപ്പുറം ഇപ്പോൾ സാറ് പറഞ്ഞു വെച്ചൊരു കാര്യം, അണ്ടർ വാട്ടർ ഡ്രോൺ ഫെസിലിറ്റി, അണ്ടർ വാട്ടർ ക്യാമറ ഫെസിലിറ്റി, ഇതൊക്കെ ഇന്നലെ ആരും സ്വപ്നം കണ്ടതല്ല. ഇതെല്ലാം ഈ ലോകത്ത് നടക്കുന്നതും സംവിധാനങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല? ഇന്ന് രാവിലെ പുഴയിൽ ഇറങ്ങുമ്പോഴല്ലല്ലോ ഈ കാര്യങ്ങളൊന്നും ഓർമ്മ വരുന്നത്. അപ്പോൾ ഒരു സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതിയോ എന്നുള്ള ഒരു സമീപനമായിരിക്കാം ഈ രീതിയിൽ പോകുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഡ്രഡ്ജിങ് മെഷീൻ വേണം എന്നുള്ളത് നേരത്തെ അറിയുന്നതാണ്. അതായത് 15 ദിവസങ്ങൾ മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് ഈ തിരച്ചിൽ നിർത്തിവെക്കുമ്പോൾ അന്ന് ആലോചിച്ച വിഷയമാണ്.
അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതല്ല പിന്നെ എക്സ്കവേറ്റർ മൗണ്ടഡോ അല്ലെങ്കിൽ ക്രെയിൻ മൗണ്ടഡോ ആയിട്ടുള്ള ബാർജ് വേണ്ടി വരുമെന്നുള്ളത് നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇതൊന്നും ഇല്ലാതെ ഇന്നും വെറും കൈയോടുകൂടി 2 ഡൈവേഴ്സിനെ കൊണ്ടുവന്നിട്ട് ലോറി പൊക്കാൻ വേണ്ടി പോകുന്നവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരുടെ തലയിലിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു പോകുന്നതിൽ ഒന്നും തോന്നരുതെന്ന് നമുക്ക് പറയാനുള്ളൂ. ശരി കൃഷ്ണദാസ്, ഇപ്പോൾ ലോറി ഉടമയായ മനാഫ് തത്സമയം ചേരുകയാണ് ഷിരൂരിൽ നിന്ന്. മനാഫ്, ഇന്നത്തെ തെരച്ചിലിനെ കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ രീതിയിൽ തന്നെ വെള്ളിയാഴ്ച നടക്കും എന്നാണല്ലോ ഇപ്പോൾ MLA പറയുന്നത്. ഇങ്ങനെ ഉള്ള തെരച്ചിൽ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുവാനുള്ള സാധ്യതയുണ്ടോ? ഇന്നിപ്പം തെരച്ചിൽ നടത്തിയത് ടൈം ഒരുപാട് നേരം വൈകിട്ട് തന്നെയാണ് ഇന്നത്തെ തെരച്ചിലുണ്ടായത്. തെരച്ചിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു വലിയ പ്രധാന ഘടകമാണ്. ഇവർ ഡൈവേഴ്സ് ഇപ്പോഴും വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നും നോക്കാതാണ് ഡൈവ് ചെയ്യണമെങ്കിലും കുറച്ചും കൂടി എളുപ്പം രാവിലെ നേരത്തെ തെരച്ചിൽ തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് വെള്ളം കയറുന്ന ടൈമിനാണ് തെരച്ചിൽ തുടങ്ങിയത്. അത് എന്ത് പറ്റിയ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഏകോപനക്കുറവിന്റെ അതാണോ പ്രശ്നമായത്? അതെ, അത് ഇന്ന് ഇപ്പോൾ ആ ഏകോപനം ഉണ്ടായത് ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം മുതൽക്കാണ്. അതന്നെ ആ ഏകോപനം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ആ കയറ് കണ്ടെത്താൻ കഴിഞ്ഞ്. പിന്നെ ഇപ്പം ഡൈവ് ചെയ്ത ഇന്നത്തെ ദിവസം കുറേ ലോറിൻ്റെ ഭാഗങ്ങൾ, ഞങ്ങളെ ലോറിൻ്റെ അല്ലെങ്കിലും ലോറിൻ്റെ ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ തുടങ്ങി. ഇനി അവർക്ക് എന്തായാലും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റൂല. ഇനി തെരച്ചിലിൽ അവർക്ക് നിർബന്ധമായിട്ടും ഇനി തെരഞ്ഞു തന്നേ മതിയാവും. ആദ്യത്തെ ഈ അപകടം നടന്ന് 4 ദിവസം ഞങ്ങളെ ലോറി അവിടെ ഇല്ല എന്ന് പറഞ്ഞ ആളുകളായിരുന്നു. 4 ദിവസത്തിന് ശേഷം രാത്രി 10:30 മണിക്കാണ് FIR പോലും ഇടാൻ തയ്യാറായത്. അവിടുന്ന് തുടങ്ങിയ ഒരു എന്താ പറയുക പോരാട്ടമാണ് ഇപ്പം അവസാനം ഈ ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോഴാണ് ഇതൊരു റൈറ്റ് ട്രാക്കിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ റൈറ്റ് ട്രാക്കിലാണെങ്കിൽ പോലും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറി മറിയും. അതുകൊണ്ട് ഉള്ളിലൊരു ഭയം ഉണ്ടേനും. അല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇനി അവർക്ക് എന്തായാലും ഇത് തെരച്ചിൽ നടത്തി തന്നേ മതിയാകൂ എന്ന്. അങ്ങനെ പിന്മാറാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നോ? ഈ തെരച്ചിൽ വേണ്ടെന്ന് വെക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നോ? പിന്നെ തെരച്ചിൽ ഞാൻ ഈ രൂപത്തിൽ തിരയാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഇനിയോ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം അത്ര സീരിയസ് ആയി ഏറ്റെടുത്ത്, അതിന് കാരണം കേരളത്തിലെ ജനങ്ങളാണ്. സംഭവം ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും, ഒരു അർജുനു വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കണ്, അല്ലെങ്കിൽ ഇത്രയും സമയം മറ്റുള്ളവരിത് ഇതാക്കണ്, അങ്ങനെ പല കുറ്റങ്ങളും ആർക്കും പറയാൻ ഉണ്ടാവും. ഞാൻ പറയണത് ഒരിക്കലും ഒരു അർജുനു വേണ്ടിയിട്ടല്ല. ഇത് ഒരു മനുഷ്യൻ്റെ സ്വാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഒരാള് നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് 100 ആൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരു വീട്ടിൽ ആ വീട്ടിൽ നഷ്ടപ്പെടുന്ന ആ വീട്ടുകാർക്കേ അറിയുള്ളൂ അതിൻ്റെ വിഷമം എത്ര ഉണ്ടാവും എന്നുള്ളത്. നമ്മൾക്ക് അർജുൻ എന്നുള്ളതിൽ നിന്ന് കടന്ന് ഒരു മലയാളീൻ്റെ അഭിമാന പ്രശ്നമായി മാറി ഈ വിഷയം. കാരണം ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരെ ഒന്നും തള്ളും ഒക്കെ നടന്ന് എന്താണ് ഇത്രയൊക്കെ മൂടി വെക്കാനുള്ളത്? ആ വണ്ടി പുറത്തെത്തുന്നതോടുകൂടി അതിനൊക്കെയുള്ള ഉത്തരം വരും. എത്ര ആയാലും ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൂ, സത്യം എന്നായാലും പുറത്തു വരും എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. എന്തായാലും അത് സത്യം എന്തായാലും പുറത്തു വരും. അല്ല, അങ്ങനെ ഒരു തെരച്ചിലൊരു മെല്ലെപ്പോക്ക് കാണുന്നുണ്ടോ മനാഫ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വേണമായിരുന്നുവെങ്കിൽ ഈ ഡ്രഡ്ജറൊക്കെ അവിടെ എത്തിക്കാമായിരുന്നു. അപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഇതൊരു അനുകൂല സമയമാണല്ലോ, അത് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അതിലൊരു വൈകിപ്പിക്കൽ ഉണ്ടായത് ഏത് ഭാഗത്ത് നിന്നാണ്? ഈ ജില്ലാ ഭരണകൂടമാണോ ഇത് താല്പര്യം കാണിക്കാത്തത് എന്ന് പറയുമ്പോൾ കർണാടക സർക്കാർ തന്നെയാണല്ലോ. ഇപ്പോൾ കാർവാർ MLA എപ്പോഴും മുന്നിലുള്ളത് കാണുന്നുണ്ട്. അദ്ദേഹം മാത്രം സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളോ ഇപ്പോൾ?
ആ മനുഷ്യന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പണം വരെ ചെലവാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് തന്നെ ആ ബാർജ് കൊണ്ടുവരുന്ന വിഷയത്തിൽ MLA പറഞ്ഞ് 25 ലക്ഷം റുപ്യ ഞാൻ സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ ചെലവാക്കിക്കോളാം. അത്ര പറഞ്ഞതിന് ശേഷമാണ് കളക്ടർ 50 ലക്ഷം റുപ്യോളം അനുവദിച്ചു കൊടുത്തത്. അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, നിരന്തരം ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സീരിയസ് ഇല്ലാതെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്. പക്ഷേ ഇതൊക്കെ മുന്നേ ആവാനും ഇത്രയൊക്കെ വിവാദങ്ങളും ഇത്രയൊക്കെ സമയം നീട്ടിക്കൊണ്ടുപോകലൊന്നും ആവശ്യമില്ല ഇനിയും. അല്ല, ഇപ്പോൾ ഈ ഈശ്വർ മൽപെ എന്നയാൾ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് വന്നിട്ടും അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഇതിൽ ഇടപെടിക്കാൻ അതിന് ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടോ? ആദ്യ സമയങ്ങളിൽ ഈ കുത്തൊഴുക്കുള്ള സമയത്ത് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് കർണാടകൻ്റെ ഭാഗത്തുനിന്ന് അവരെ സ്വന്തം കർണാടകക്കാരനായ ഒരാളെ കൊണ്ട് ഡൈവ് ചെയ്യിച്ചിട്ടാണ് 2 ദിവസം ഒരു പിടിച്ചു നിന്നത്. അതിനുശേഷമാണ് ഒഴുക്ക് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഈ ഒഴുക്ക് കുറയുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിവെച്ചത്. ഇത് അത്ര കുത്തൊഴുക്കിൽ ഡൈവ് ചെയ്ത ഈശ്വർ മൽപ്പനെ പിന്നെ നല്ലൊരു സാഹചര്യത്തിൽ ഇവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ അതേ ഈശ്വർ മൽപ്പനെ ഇവിടെ കാർവാർ MLA ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ മൊത്തം എന്താ പറയുക, ഈ ഡൈവിങ് കാര്യങ്ങളും ഒക്കെ ഈശ്വർ മൽപ്പെ, അതേമാതിരി നേവിയാണ് ഇപ്പോൾ ഇതിൻ്റെ കയറ് കണ്ടുപിടിച്ചത്. നേവി ഇതുവരെ പ്രവർത്തിച്ച മാതിരിയല്ല ഇപ്പം നേവിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ അവർക്ക് ദിശാബോധം വന്നിക്കണ്, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായിക്കണ്. മറ്റേത് മിഷനറികളൊക്കെ ഞാൻ ഈ ഇൻസിഡൻറ്റിൽ കാണുന്നത് പല മിഷനറികളും ഈ ഒരു ദുരന്ത സമയത്ത് ഫെയിലാണ്. ഇവിടെ മാൻ പവറിനും മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞതെന്നാണ്. ഇപ്പം കണ്ടുപിടിച്ച പല മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ നിന്നല്ല ശരിക്ക് ഇപ്പം ഈ ലോറി വെള്ളത്തിൻ്റെ അടിയിൽ മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയത് ഇവർ. SP പറഞ്ഞ സ്ഥലം ശരിയാണെന്നുണ്ടെങ്കിൽ കയറിൻ്റെ അടിയിൽ മരമുണ്ട്, മലൻ്റെ മേലെ നിന്ന് ഒഴുകി വന്ന മരമുണ്ട്, അതിൻ്റെ താഴെ ഈ ലോറിയിലുള്ള മരമുണ്ട്, അതിൻ്റെയും താഴെ ചളിയിൽ പൊതിഞ്ഞും കൊണ്ടാണ് ഈ ലോറി ഉള്ളത്. ഇതിപ്പം കണ്ടുപിടിച്ചത്. ഇതിലെ ഏറ്റവും ഒരു പ്രധാന കാര്യം, നമ്മൾ മിഷനറികളൊന്നും അക്യൂറല്ല, ഒരു കൃത്യമായിട്ടൊരു ഇത് തരൂല എന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ അല്പം മുമ്പ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആ 1, 2, 3, 4 സ്പോട്ടുകളിൽ 4ാമത്തെ സ്പോട്ടിലാണോ അവർ മുങ്ങൽ നടത്തിയത് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. അവിടെയാണ് അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നത്, അവിടെ തന്നെ ലോറി ഉണ്ട് എന്നാണ്. ശരിയാണോ താങ്കൾ ഈ പറഞ്ഞ സ്പോട്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ ഇന്ദ്രബാലൻ ചൂണ്ടിക്കാണിച്ച ഐബോർഡ് പരിശോധന നടത്തി 4ാമത്തെ സ്പോട്ടായി അടയാളപ്പെടുത്തിയ അതേ സ്ഥലമാണോ? അതിനെപ്പറ്റി അറിയില്ല. അവിടുന്ന് ഈ SP പറയണത് കേട്ട് ഈ സ്പോട്ട് നമ്മളത് വന്നില്ല, അതാണ് ഇവിടേക്ക് ശ്രദ്ധിക്കാൻ കഴിയാഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഇന്ദ്രപാൽ സാറിൻ്റെ സ്പോട്ട് ഏതാണെന്നുള്ളത് കൂടുതൽ അറിയില്ല. അത് മൺകൂനയോട് ചേർന്നുള്ള, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മൺകൂനയോട് ചേർന്നുള്ള ഭാഗമാണല്ലോ. അതെ അതെ. അവിടെയും ഇപ്പൊ ഉള്ളത് ലക്ഷ്മൺ നായിക്കിന്റെ ചായക്കടന്റെ പിന്നിലാണ്, എക്സാക്ട് പിന്നിലാണ് ഈ വണ്ടി കിടക്കുന്നത്. വെള്ളത്തിന്റെ ആഴം 25 അടി to 30 അടി താഴ്ചയിലാണ് വെള്ളം തന്നെ ഉള്ളത്. അതിൻ്റെ താഴെയാണ് മറ്റു സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ചളിയൊക്കെ നീക്കി കഴിയുമ്പോൾ ഉണ്ടാകാം ഇല്ലേ, കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ട്. അപ്പോൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൽ എന്താണ് ഇത്ര തടസ്സം വന്നത്? എന്താണ് കേരളത്തിനെതിരെ ഈ കാർവാർ MLA തുടർച്ചയായിട്ട് വിമർശനങ്ങൾ പറഞ്ഞത്? ഇന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കേരളം ഇക്കാര്യത്തിൽ സഹകരിച്ചില്ല എന്ന്. അതൊരു എന്താണ്, ഈ കമ്മ്യൂണിക്കേഷനിൽ വന്ന ഒരു പ്രശ്നമാണോ?
ആണെന്ന് തോന്നുന്നില്ല. ഡ്രഡ്ജർ, കേരളത്തിൻ്റെ ഡ്രഡ്ജർ ഇവിടത്തേക്ക് ഒരു പരിധി വരെയൊക്കെ സൂട്ടബിൾ ആയിരുന്നു. പക്ഷേ ഇത്ര ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈവർ, അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ സുഖമില്ല എന്നുള്ളതാണ് കിട്ടിയ വിവരം. അതിന് പകരം കേരളത്തിൽ അതേ മെഷീന് ഓപ്പറേറ്റ് ചെയ്യാൻ വേറെയും പല ആളുകളുണ്ടല്ലോ. ആ ആളുകളെ വെച്ചിട്ട് അത് ചെയ്യായിരുന്നു. പായൽ നീക്കണതാണെന്നാണ് പറഞ്ഞത്. ആ ഡ്രഡ്ജർ പായൽ നീക്കാൻ മാത്രമല്ല, അതിൻ്റെ ബക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ അവരെ കയ്യിൽ തന്നെ ബക്കറ്റ് ഉണ്ട് മണ്ണ് നീക്കാൻ പറ്റിയ. ആ മണ്ണ് നീക്കണ ബക്കറ്റ് അതിൽ ഫിറ്റ് ചെയ്താൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മളെ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതെങ്കിലും ചെയ്യേണ്ടിയിരുന്നു എന്നാണ് MLA പറഞ്ഞത്. അത് എന്ത് പറ്റി? അത് പിന്നെ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം താങ്കൾ ആരോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്? അത് ചെയ്യാൻ പറ്റും, ഈ ഡ്രഡ്ജർ, കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചാൽ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ പറ്റുമെന്ന്. അതിന്റെ ഓപ്പറേറ്റർ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു അത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് സുഖമില്ലെങ്കിൽ വേറെ ആളുണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾ വരാനും തയ്യാറായിരുന്നു. പക്ഷേ ബാക്കിയൊക്കെ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ തലത്തിൽ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ള അറിയില്ല. കേരളത്തിന് അത് ആ സാധനം കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണെങ്കിൽ ഒരു മലയാളി അന്യ സംസ്ഥാനത്ത് കുടുങ്ങിയാലും ആ സാധനം വിട്ടു തരണം, ആ സാധനം ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് വന്നിട്ട് ഈ ഒരൊറ്റ കാര്യത്തിലാണ് MLA പിടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതിനൊരു വഴി നമ്മൾ കൊടുക്കരുതായിരുന്നു, നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടിനും. അതൊക്കെ ഇന്ന് സത്യത്തിൽ ഈ നേവിക്കായാലും മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവുകയും അതേമാതിരി തന്നെ ഉപകാരമാവേണ്ടിയ വേറൊരു സാധനമാണ് സാധാ ക്രെയിന്, അല്ല ഹെവി ക്രെയിന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അടിയിൽ മൊത്തം മരങ്ങളാണുള്ളത്. ഡൈവ് ചെയ്ത ആളുകൾ നേരിട്ട് പറഞ്ഞതാണ്, ഈ മരങ്ങളുടെ അടിയിൽ ചില്ലകൾക്കുള്ളിൽ മനുഷ്യ ശരീരം ഉണ്ടെങ്കിൽ പോലും അവിടെ കുടുങ്ങിക്കിടക്കും. ഈ മരം എടുക്കുന്നതിൻ്റെ കൂടെ അതും പുറത്തേക്ക് വരും. അതായത് ഇവിടെ ഉള്ള ലോക്കൽ രണ്ടാളുകൾ വേറെ ആ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയിലുള്ള ലക്ഷ്മൺ നായിക്കിൻ്റെ ജ്യേഷ്ഠനും ലക്ഷ്മൺ നായിക്കിൻ്റെ ജോലിക്കാരനും ഇപ്പോഴും കാണാനില്ല. അവർക്ക് അതിൻ്റെ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരവും ചിലപ്പം ഈ ശരീരങ്ങൾ മരത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലോ എന്നുള്ളത് ഡൈവേഴ്സിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അപ്പം എല്ലാത്തിനും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി നമുക്ക് പലതും ചെയ്യാമായിരുന്നു. അതൊക്കെ എന്താ പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ ടൈം ഇത്ര ആവശ്യമില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് എവിടെയെങ്കിലും എത്തുമ്പോഴാണ് അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കണുള്ളൂ. അത് കുറേ സമയം വെറുതെ പോകുന്നുണ്ട് എന്നുള്ളൂ ഈ കാര്യത്തിൽ. ഇപ്പോൾ ഈ കയർ കിട്ടിയല്ലോ, ആ കയർ കിട്ടിയ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ട്, ഇതാണിപ്പോൾ താങ്കളുടെയും വിശ്വാസമില്ല. ഇത് തന്നെയാണല്ലോ ഈശ്വർ മൽപ്പയും പറയുന്നത്, ആ ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകാമെന്ന്. ഈ കയർ എന്തായാലും ലോറിയുടെ തന്നെയാണ്, ലോറിയിൽ കെട്ടിയിരുന്നതാണ് എന്ന കാര്യം ഉറപ്പാണല്ലോ അല്ലേ? 100% നമ്മളെ കയറാണ്. അത് കയറിൻ്റെ തന്നെ വലിയൊരു കഥ ഉണ്ട്. ഈ കയറിൻ്റെ കുറച്ച് മുന്നേ സ്റ്റാർട്ടിങ്ങിൽ ഈ ലോറി എടുത്തപ്പോൾ ഇതിനേക്കാളും വണ്ണുള്ള കയറായിരുന്നു അർജുന് വാങ്ങിക്കൊടുത്തിട്ട് പിന്നീട് എപ്പോഴും പരാതിയായിരുന്നു, വണ്ണം കൂടിയ കയറായതുകൊണ്ട് നമുക്ക് കെട്ടാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഈ കയറ് മാറ്റിത്തരുന്ന അർജുന എപ്പോഴും പറയുന്നതാണ്. അങ്ങനെയാണ് അവസാനം പിന്നെ കയറ് കുറച്ച് വണ്ണം കുറവാക്കിയിട്ട് ഓനക്ക് വാങ്ങിക്കൊടുത്തത്. അത് തന്നെ വാങ്ങിക്കൊടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ണുള്ള കയറ് നമ്മളെ വീട്ടിൽ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞ് ഇതായിട്ട് ലോഡ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് വനഫ്ക എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ കയറ് വേറെ മാറ്റി കൊടുത്തത്. പിന്നെ എല്ലാ വണ്ടിക്കും ആ ടൈപ്പ് കയറാണ്. അത് നമ്മൾ കണ്ടുകൂട്ടിയിട്ട് പിടിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവും കയറ് നമ്മളതാണെന്നുള്ളത്. അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ ഈ കയറ് കിട്ടിയ ആ ഭാഗത്ത് ലോറി ഉണ്ട് എന്നാണ് അല്ലേ? അതാണ് SP പറയുന്നത്. ആ അത്രയും കയറുകൾ ഒരു 20-25 മീറ്റർ ചുറ്റളവിൽ മൊത്തം പരന്ന് കിടക്കുന്നുണ്ട്. അതിൽ മരങ്ങൾ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട്.
അപ്പം ലോഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം വിദഗ്ധന്മാർ അവിടെ, ഞാൻ ആ ബോട്ടിൽ ഈ കയറുള്ള സ്ഥലത്തേക്ക് ഇന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഞാൻ പോയി അങ്ങനെ ആ ബോട്ടിലിരുന്ന് 3 ബോട്ടുകൾ അടുപ്പിച്ച് വെച്ച് എല്ലാവരും കൂടി അവിടുന്ന് ഒരു മീറ്റിംഗ് കൂടി. അതിൽ ഒരു അഭിപ്രായം വന്നത് ഈ കയറുകളൊക്കെ നമുക്ക് വെട്ടി മുറിച്ച് ഒഴിവാക്കിക്കളാം. അങ്ങനെ ആകുമ്പോൾ വണ്ടിയിലുള്ള മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോയാൽ ലോറി തന്നെത്താലെ പൊന്തുന്ന് ഒരാൾ പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവിടെയുള്ള എല്ലാവർക്കും അതൊരു ശരിയായ ഒരു തീരുമാനമല്ല എന്ന് തോന്നിയതിനോണ്ട് അത് വേണ്ട, പിന്നീട് അത് ബുദ്ധിമുട്ടാവും. കയർ തന്നെ വെച്ചിട്ട് കയറിൻ്റെ എഡ്ജ്, അതായത് ഒരു തല ഉണ്ടാവുമല്ലോ, അത് അന്വേഷിച്ച് പോയാൽ ക്യാബിനിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഓരോ പ്രതീക്ഷ. ഇതൊക്കെ SP അതേമാതിരി തന്നെ അവിടെയുള്ള ആളുകൾ ഇപ്പം രംഗത്തിറങ്ങിയിട്ട് ഒരു തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന സാധനങ്ങൾ ഞങ്ങളതാണോ ഞങ്ങളതല്ലേ എന്നുള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞങ്ങളെ സാധനങ്ങൾ മാത്രം ഞങ്ങളതാണെന്നും പറയുന്നുണ്ട്, അല്ലാത്തത് എല്ലാന്നും പറയുന്നുണ്ട് വൃത്തിയായിട്ട്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു കയറ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജാക്കി ഇന്നലെ വൈകിട്ട് കിട്ടിയിരുന്നു. ഇത് രണ്ടുമാണ് ലോറിയുടെ ഭാഗം അല്ലേ? പിന്നെ ഒരു സ്ക്രൂ കിട്ടിയത് പക്ഷേ നിങ്ങളുടെ ലോറിയുടേതല്ല. അതെ, അല്ല, ബാക്കി കിട്ടിയതൊക്കെ ടാങ്കർ ലോറീൻ്റെതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോറിയോ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടാവാം. അത് നമ്മളൊരു കൺസേൺ അല്ലാത്തതിനോണ്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ. അത് മറ്റു വാഹനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പല പരാതികളും ഉണ്ടല്ലോ, പിന്നെ അത് നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ട. അതുകൊണ്ട് ഞങ്ങളെ ലോറീൻ്റെത് ആകെ കിട്ടിയത് ഒരു ജാക്കിയും ഈ കയറും മാത്രമാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ പാർട്സുകളൊന്നും ഞങ്ങളത് കിട്ടാത്തത് കൊണ്ട് അധികം പരിക്കൊന്നും വണ്ടിക്ക് വരാതെ അതിൻ്റെ ക്യാബിൻ സുരക്ഷിതമായി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണേ. അപ്പം ക്യാബിൻ സുരക്ഷിതമായി ഉണ്ടായാൽ അതിൻ്റെ ഉള്ളിൽ അർജുനും വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടണേ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് അതിൻ്റെ കോലെന്നുള്ളത് പുറത്തെടുക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. പക്ഷെ ഉള്ളതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്, അവന് പോറൽ ഏൽക്കരുത് എന്നുള്ളതാണ്. ശരി, കേണൽ S. ഡിന്നി, ഇതാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ. മനാഫ് വിവരിച്ച ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ വെള്ളിയാഴ്ചയും മുന്നോട്ട് പോകും. വെള്ളിയാഴ്ചയും ഇന്ന് എന്താണ് തെരച്ചിൽ നടത്തിയത് അതേ രീതിയിൽ വെള്ളിയാഴ്ചയും പോകും. പക്ഷേ ഈ ലോറിക്ക് അടുത്തെത്തണമെങ്കിൽ അടുത്ത കടമ്പ കടക്കണമല്ലോ. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, 1-2 കാര്യങ്ങൾ മാത്രം ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് പറയാൻ. അതായത് ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ഡ്രഡ്ജർ, എനിക്ക് തോന്നുന്നു ഇത് ആഗ്രോ ഡ്രഡ്ജർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ് അന്ന് ലാസ്റ്റ് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് തൃശ്ശൂരിൽ നിന്ന്. അപ്പൊ അതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മീറ്റർ മാത്രമേ ഉള്ളൂ. അതിന്റെ ഡെപ്ത് അവർ സൈറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ളത് 5 മീറ്റർ മാത്രമേ ഉള്ളൂ. 5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 അടി മാത്രമേ അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ശ്രീ മനാഫ് നേരത്തെ പറഞ്ഞ പോലെ 25 തൊട്ട് 30 അടി വരെ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് എങ്ങനെ പോകാൻ പറ്റും? അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അങ്ങനെ മനഃപൂർവ്വം ഒരു ഓപ്പറേറ്റർ അസുഖമെല്ലാം കടന്നിട്ട്, കാരണം ഇത്രമാത്രം പ്രഷറും ഇത്രമാത്രം എല്ലാ രാഷ്ട്രീയ തരത്തിലുള്ള താല്പര്യവും എല്ലാം ഉള്ള സമയത്ത് അങ്ങനെ ഒരു കാരണം കൊണ്ട് പോവാതിരിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഈ ഒരു ഡ്രഡ്ജറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് അഗ്രോ ഡ്രഡ്ജർ ക്രാഫ്റ്റ്, അതാണ് അതിന്റെ പേര്. മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ളല്ലേ? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഡെപ്ത് 5 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് 2 ആഴ്ച മുമ്പ് ഇത് നിർത്തുന്ന സമയത്ത് അത് വേണം എന്ന് പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ആദ്യം അവർ പറഞ്ഞ ഡ്രഡ്ജർ കൊണ്ടുവരണം. പക്ഷെ പിന്നീട് പറഞ്ഞു അവിടുത്തെ ഓപ്പറേറ്റർ പോയി കാണട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് പോയി കാണട്ടെ എന്ന് പറഞ്ഞു. ആ സ്പെഷ്യലിസ്റ്റ് പോയി അവിടെ കണ്ട ശേഷമാണ് ഇത് നമുക്ക് പറ്റത്തില്ല എന്നുള്ളൊരു വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഓപ്പറേറ്ററിന് അസുഖമാണ്, അത് എനിക്കറിയത്തില്ല അതിനെ കുറിച്ചുള്ള എന്താണെന്നുള്ളത്. രണ്ടാമത് തീർച്ചയായിട്ടും ഇപ്പം വേറൊരു കാര്യം ശ്രീ മഞ്ജുഷ്, നമ്മൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ജനറൽ ഇന്ദ്രബാലൻ സാറിന്റെ ആ ഒരു അതായത് വേരിയസ് പോയിന്റ്സ് CP1 CP2 എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ഒരു പോയിന്റ്സ് പറഞ്ഞപ്പം അത് കുറച്ചുകൂടെ പുഴയുടെ സെന്ററിലോട്ടായിരുന്നു. ഓർമ്മയുണ്ടോ ശ്രീ മഞ്ജുഷിന്? ഓർമ്മയുണ്ട്, നമ്മൾ ആരോ വരച്ചിട്ട് അത് സെന്റർ. അപ്പൊ CP4 വരെ എനിക്ക് തോന്നുന്നു ആ മധ്യഭാഗത്ത് മണ്ണ് വന്ന് കൂമ്പാര ഇരിക്കുന്ന സ്ഥലത്തിന്റെ ആ പ്രദേശത്താണ്. അതെ, അവിടെയാണ് മൺതിട്ടയോട് അടുത്ത് ഏറ്റവും കൂടിയ കൂന രൂപപ്പെട്ടിരിക്കുന്നതിന് അടുത്താണ് CP4 വന്നത്. കറക്റ്റ്. അപ്പം ഇന്ന് പക്ഷെ ഇവര് സെർച്ച് ചെയ്തത്
ഈ ഈ ഒരു ചായക്കടയുടെ തൊട്ട് ബാക്കിലാണ്. അത് എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളത്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് അവിടെ വന്നത് എന്നുള്ളത് നമുക്ക് ഇതൊരു ക്ലാരിറ്റി അതിനകത്ത് കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പോഴും എന്റെ ഒരു ഭയം അല്ലെങ്കിൽ എന്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോഴും ഈ ഡൈവേഴ്സ് താഴെ പോകുന്നു, അവർക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു എത്രമാത്രം അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഓൾറെഡി എല്ലാവരും ഏറ്റവും ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യം, ഈ ട്രക്ക് അത് മണ്ണിന്റെയും പാറയുടെയും അതുപോലെ തന്നെ മരങ്ങളുടെയും താഴെയാണ്. അപ്പൊ അവിടെ നമ്മൾക്ക് ഈ ഡൈവേഴ്സിന് പോയാൽ തന്നെ അവർക്ക് ഇങ്ങനത്തെ ചില പാർട്സ് കിട്ടുന്നല്ലാതെ ട്രക്കിന്റെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അതായത് അതിന്റെ ക്യാബിൻ ആയാലും ശരി, അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ബാക്കിന്റെ ബോഡിയുടെ ഏതെങ്കിലും കിട്ടുന്ന അതൊരു ലക്കിന്റെ ഒരു ഫാക്ടർ മാത്രമാണ്. അല്ലാതെ തീർച്ചയായിട്ടും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവെന്നാണ്. അപ്പൊ ഇവിടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഡ്രെഡ്ജിങ് മെഷീൻ, ആ 2 ആഴ്ച മുമ്പ് ആ ഡ്രെഡ്ജിങ് മെഷീൻ അന്ന് ആ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ, ഇന്ന് ഡ്രെഡ്ജിങ് മെഷീൻ വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അതാണ് കൂടുതൽ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ലാസ്റ്റ് അന്ന് സംസാരിച്ചിരുന്നപ്പം എനിക്ക് തോന്നുന്നു കാർവാർ MLA പറഞ്ഞത് ഡ്രെഡ്ജിങ് മെഷീൻ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് 2 പാലങ്ങളായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷെ അപ്പൊ ഇന്ന് അതേ വേറൊരു ഡ്രെഡ്ജിങ് മെഷീൻ അവിടെ വരാനുള്ള ഒരു ഫീസിബിലിറ്റി പറയും, അതിന് 50 ലക്ഷം രൂപയൊക്കെ ആവും എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പൊ അവിടെ ഒരു വീഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഈ നേരത്തെ ശ്രീ മനാഫ് പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട്, അതായത് ഇപ്പം ഡൈവേഴ്സ് ചെയ്യുന്നുണ്ട്, അവർ ചെയ്തോട്ടെ, പക്ഷെ അതിന് കൂടാതെ തന്നെ ഈ ഡ്രെഡ്ജിങ് മെഷീൻ എന്തായാലും വന്നേ തീരുമായിരുന്നു. അപ്പൊ ആ ഡ്രെഡ്ജിങ് തന്നെ അതിന്റെ ഒരു 4 ഭാഗമായിട്ടാണ് ആ ഡ്രെഡ്ജിങ് ഓപ്പറേഷൻ തന്നെ ചെയ്തത്. ഒന്ന് എക്സ്കവേഷൻ, അതായത് ഈ സാധനം താഴെ കിടക്കുന്ന മണ്ണായാലും അത് പുറത്തോട്ട് എടുക്കുക. രണ്ടാമത് അതിനെ വെർട്ടിക്കൽ ആയിട്ട് മുകളിലോട്ട് എടുക്കുക. മൂന്നാമത് ഹൊറിസോണ്ടൽ ആയിട്ട് സൈഡിലോട്ട് കൊണ്ടുപോകുക. നാലാമത് അതിന് ആ വെളിയിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഈ എക്സ്കവേഷൻ പ്രൊസീജിയർ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ ഈ ട്രക്കിന്റെ മുകളിലുള്ള പാറയും മറ്റു മണ്ണും ഒക്കെ മാറ്റാൻ സാധിക്കൂ. അപ്പൊ അങ്ങനെ ഒരു ഓപ്പറേഷനിലേക്ക് പോകുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ഡ്രെഡ്ജിങ് മെഷീൻ തീർച്ചയായിട്ടും നേരത്തെ വിളിക്കാമായിരുന്നു. അത് ഈ കാലാവസ്ഥ അനുകൂലമാവുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് ഓപ്പറേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറിയാണ്. അവിടെ തീർച്ചയായിട്ടും എനിക്കൊന്നൊരു ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഇഷ്യൂ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഏകദേശം അതേ സ്ഥലത്ത് നിന്നാണ് നിൽക്കുന്നത്. അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ട്രക്ക് ഈ പുഴയുടെ ഉള്ളിലാണ്, പക്ഷെ എവിടാണെന്ന് ആർക്കും അറിയില്ല. അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇന്നും. ഡൈവേഴ്സ് താഴെ പോകുന്നുണ്ട്, പക്ഷെ ആ ഡൈവിംഗ് കൊണ്ട് ലക്ക് കൊണ്ട് കിട്ടുന്നല്ലാതെ തീർച്ചയായിട്ടും കിട്ടും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നമുക്ക് പറയാൻ സാധിക്കും. ലാസ്റ്റ് ഒരൊറ്റ പോയിന്റ് കൂടെ ഞാൻ പറയാൻ, അത് ശ്രീ മനാഫ് നേരത്തെ ഇങ്ങനെ ഒരു പറഞ്ഞപ്പം നേവിക്ക് ഇപ്പോഴാണ് ദിശാബോധം കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നേവിക്ക് സംബന്ധിച്ചോളം അങ്ങനെ ദിശാബോധത്തിന്റെ ഒരു പ്രശ്നമൊന്നും അവർ വരല്ല. അവരൊരു പ്ലാൻ അനുസരിച്ച് തന്നെയാണ് അവർ പോകുന്നത്. ആദ്യം അവിടെ അടിയൊഴുക്കം കാരണം അവർക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വെച്ച് അവർക്ക് കിട്ടുന്ന അവരുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം ദിശാബോധം അന്നും ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ദിശാബോധം ഇപ്പോഴും ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ശരി ശ്രീ കൃഷ്ണദാസ്, പക്ഷേ ഇനിയിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീ കൃഷ്ണദാസ്, ഇനിയും കാത്തിരിക്കണമല്ലോ എന്ന്. 4 ദിവസം കഴിഞ്ഞേ ഇനി അടുത്ത ഒരു പുരോഗതിക്ക് സാധ്യതയുള്ളൂ. കാരണം ഡ്രെഡ്ജിങ് മെഷീൻ കൊണ്ടുവരുന്നതിന് എന്തായാലും തിങ്കളാഴ്ച വരെ സമയമെടുക്കും. അപ്പോൾ പിന്നെ ഇപ്പോൾ മനാഫ് തന്നെ അവിടെ നിന്ന് നേരിട്ട് കാര്യങ്ങൾ കണ്ടയാളാണ്. ഡ്രെഡ്ജിങ് അവിടെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചില്ല എന്നതാണ്, കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ്. അതെ മിസ്റ്റർ മഞ്ജുഷ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഈ വൈഭവമുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, ഏത് രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന അറിവുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. പല ചർച്ചകളും നമ്മൾ കണ്ടു. പക്ഷേ ഈ ഇവരുടെ ഒന്നും അഡ്വൈസ് എന്തുകൊണ്ട് ഈ ആളുകൾ സ്വീകരിക്കുന്നില്ല? അതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്കിതൊന്നും അറിയില്ല. എന്താ പിന്നെ അങ്ങനെ ആവട്ടെ, മറ്റൊന്ന് പറയുമ്പോൾ എന്താ പിന്നെ ഇങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിലേക്ക് സാധാരണ ജനങ്ങളുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ശാസ്ത്രം ഇത്രത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, നമുക്ക് ഇത്രത്തോളം എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് സമയം മാത്രമേ നമുക്ക് കാത്തിരിക്കാതെയുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സമയത്തിൻ്റെ ഇതൊന്നും കൊണ്ടുവരാതെ ഓരോ പരീക്ഷണങ്ങൾ, കാരണം കഴിഞ്ഞ 15 ദിവസം നടത്തി വീണ്ടും ഒരു 15 ദിവസം ഇടവേള കഴിച്ച് വീണ്ടും തുടങ്ങുമ്പോഴും മറ്റൊരു പരീക്ഷണശാലയാക്കി ഈ ഗംഗാവാലി പുഴയെ മാറ്റുകയാണ്. അവിടെ നമുക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ല, നമുക്കിതൊക്കെ അറിയാം. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാൻ സംവിധാനങ്ങൾ തയ്യാറാവുന്നില്ല. അതാണ് അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാരണം തുടക്കത്തിൽ മുഴുവൻ നമ്മൾ സംവിധാനത്തെ കുറ്റം പറഞ്ഞു. ഇപ്പോഴും നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ.
കാരണം ഈ 15 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ രണ്ടാമതൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീക്ക്നെസ് എന്തൊക്കെയായിരുന്നു, എവിടേക്കായിരുന്നു നമുക്ക് ലാക്കിംഗ് ഉണ്ടായത്, അങ്ങനെ ഒരു സ്റ്റഡി നമുക്ക് ആവശ്യമില്ല എന്തായാലും. അപ്പോൾ അവിടെ എന്തൊക്കെയായിരുന്നു നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന്, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാൻ പറ്റാത്തത് എന്തായിരുന്നു എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഈ പ്രാവശ്യം നടക്കുമ്പോൾ അതിനുവേണ്ട മുൻകരുതൽ എടുത്തുകൊണ്ടായിരുന്നു ചെയ്യേണ്ടത്. ദിവസങ്ങൾ നീട്ടി ഓപ്പറേഷൻ നീണ്ടുപോയ ഒരു മാസമായി എന്ന് പറയുന്നതിന് വലിയ അതിശയോക്തിയില്ല. പക്ഷേ ഒരു 2 ദിവസം കൂടി നടത്തേണ്ടത് 20 ദിവസം കൂടി നടത്തുന്നതിനും കാര്യമില്ല. അത് കാര്യശേഷിയതല്ല, കാര്യപ്രാപ്തി ഇല്ലായ്മയാണ് എന്നാണ് നമുക്കതിന് പറയേണ്ടി വരിക. അപ്പോൾ ആ കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു സംവിധാനത്തിലൂടെയല്ല ഈ ഓപ്പറേഷൻ നടത്തേണ്ടത്. കാരണം ഇതിനകത്തൊരു മനുഷ്യനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇന്ന് അവിടുത്തെ MLA പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ലോറിയല്ല പ്രധാനം, 3 മനുഷ്യരാണ്. ആ 3 മനുഷ്യരെ എടുക്കാനുള്ള ശുഷ്കാന്തി നിങ്ങളുടെ സംവിധാനം ഇപ്പോഴും എടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. ശരി, ശ്രീ മനാഫ്, ഇപ്പോൾ തിങ്കളാഴ്ച ഡ്രെഡ്ജർ കൊണ്ടുവരുമെന്ന് അത് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിങ്കളാഴ്ച തന്നെ എത്തി തിങ്കളാഴ്ച തന്നെ ഈ മണ്ണ് മാറ്റുന്ന ജോലികൾ നടക്കുമോ? എന്താണ് ഇപ്പോൾ താങ്കൾക്ക് പറയുവാൻ കഴിയുന്നത്? മനാഫ് കേൾക്കാമോ? ഹലോ, മനാഫ് കേൾക്കാമോ? തിങ്കളാഴ്ച തന്നെ ഈ മണ്ണ് മാറ്റുന്ന ജോലികൾ തുടങ്ങാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ മനാഫ്? ഒന്നുകൂടി ഓക്കെ. അതിൻ്റെ മുമ്പേ സാറിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടിനു. അത് നേവിക്ക് ദിശാബോധം വന്നെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നേവി ചെയ്തുകൊണ്ട് ഇപ്പം പല ഈ ഒരു വലിയൊരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരെങ്കിലും ഒരാൾ വേണം. ആ കോർഡിനേഷൻ ഒരു തരത്തിലും ഈ ഒരു ദുരന്തത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. നേവിൻ്റെ പണിയെടുക്കുന്ന NDRFിൻ്റെ പണി. ഇന്ന് തന്നെ ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഇന്ന് രാവിലെ വെള്ളത്തിൽ ഡീസലിൻ്റെ അംശം കണ്ട്, അതായത് ഓയിലിൻ്റെ അംശം കണ്ട്, ഒരു ഭാഗത്തുനിന്ന് കരയും പുഴയും ചേരുന്ന ഭാഗത്തുനിന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒരു ഓയിൽ ഇങ്ങനെ വരുന്നതായിട്ട് ഇവർക്ക് ഇതായി. അത് ഈശ്വർ മൽപ്പ എടുത്ത് മണക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത്. അപ്പം ഞാൻ ഇവിടുത്തെ DYSPനോട് പറഞ്ഞ്, സാറേ ആ ഭാഗത്തുള്ള ആ കുറച്ച് വെള്ളം, ആ വരുന്ന വെള്ളം കുറച്ച് ഒരു ബോട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ചോദിച്ചു. അയാൾ പറഞ്ഞാൽ അത് മംഗലാപുരത്ത് കൊണ്ടുപോകേണ്ടി വരും, നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒരു തരത്തിലും എന്താണ് അത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുന്ന ടൈം കഴിഞ്ഞ് അത്ര സ്പീഡിൽ കഴിയും. അവിടെ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഇതേ സാധനം NDRFോ SDRFോ അല്ലെങ്കിൽ ഈശ്വർ മൽപ്പെ നേവി ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് നേവി ആ കയറ് കാണിക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് നേവി പോലും അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായത് എന്താണ്, ഈ കയറ് ഇവർ കിട്ടിയത് എന്നോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല. പകരം വേറെ കുറേ കയറുകൾ സാമ്പിൾ എൻ്റെ മുന്നിൽ ഇട്ടിട്ട് പറഞ്ഞ് ഇതിൽ ലോറിൻ്റെ കയറ് ഏതാന്ന്. ഞാൻ പറഞ്ഞു ഇതൊന്നും ഞങ്ങളെ ലോറിൻ്റെ കയറല്ല. അപ്പോൾ പറഞ്ഞ് അങ്ങനെയല്ല, ഇതിലേതാണ് വണ്ണുള്ള, ഈ ഏത് വണ്ണാണ് മനാഫിൻ്റെ ലോറിൻ്റെ കയറെന്ന്. ഞാൻ അപ്പം തന്നെ എടുത്ത് കാണിച്ചു കൊടുത്ത്, ഇതാണ് ലോറിൻ്റെ വണ്ണം, കയറിൻ്റെ വണ്ണം. എൻ്റെ അനിയൻ തൊട്ടടുത്തുണ്ടായിരുന്നു, ഓനും പറഞ്ഞ് ഇത് തന്നെയാണ് വണ്ണം. അത് കഴിഞ്ഞ് അത് കണ്ട് ഒന്നും മിണ്ടിയില്ല. ആ ഓഫീസർ നേരെ പോയി ഓരോടത്ത് തന്നെയാണ് ഭക്ഷണം വാങ്ങി ഞാൻ കഴിച്ച് അയാളെ കുടിച്ച വെള്ളം തന്നെ എടുത്ത് കുടിച്ചതും ഒക്കെ. പക്ഷെ അതൊന്നും മിണ്ടിയില്ല. കഴിഞ്ഞ് നമ്മൾ ആ മറ്റേ ലോറിൻ്റെ ഒരു ക്യാബിൻ്റെ ഭാഗത്തുള്ള ഒരു പാർട്സ് കിട്ടി, അതിനെ പറ്റിയിട്ട് മറ്റേ മീഡിയയിൽ മൊത്തം മീഡിയ എന്നോട് സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഇതേ ഓഫീസർ പോണ പോക്കിന് ഈ കയറിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തിരുന്നു. അതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞിട്ട് മൂപ്പര് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി. അതായത് ഒരു ഫുൾ ക്ലിയർ ആയിരുന്നു. അപ്പം ഞാൻ ആ ഒരു എന്താ പറയുക, എല്ലാ മീഡിയയും അവിടുന്ന് മാറിയപ്പോൾ തന്നെ അദ്ദേഹം ബോട്ടിൽ കയറിയിരുന്നു. ആ ബോട്ടിൽ കയറിയ സമയത്ത് ഞാൻ ഓടിപ്പോയിട്ട് സാറോട് ചോദിച്ച്, സാറ് ഇത്രയും നേരം കൂടെ ഭക്ഷണം കഴിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കയറ് കിട്ടി പറഞ്ഞില്ല, ഇത് ഭയങ്കര സന്തോഷമായിപ്പോയി, ഇത് നമ്മളെ കയറാണ്, തൊട്ടാ നമുക്ക് മനസ്സിലാവും ഇത് ആദ്യമേ കയറ് കാണിച്ചിരുന്നെങ്കിൽ മനാഫ് ചിലപ്പം പറയും ഇത് ഇൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു ഞങ്ങൾ. ആദ്യം ജെന്യൂൻ ആണോ ഈ കേസ് എന്നുള്ളത് ഒന്ന് സ്റ്റഡി ചെയ്തതിന്. ഓക്കെ,
എന്ന് പറഞ്ഞിട്ട് ബോട്ട് എടുത്തു പോയി. ഞാൻ പറഞ്ഞത് ദിശാബോധം വരാത്ത പ്രശ്നം അങ്ങനെയൊന്നുമില്ല നേവിക്ക്. നേവിൻ്റെ പണി എടുത്തുകൊണ്ട്, പക്ഷേ ഈ കയറ് കിട്ടിയോട് കൂടിയിട്ട് ഒരു ലക്ഷ്യസ്ഥാനം കിട്ടി, അങ്ങനെ ഒരു ദിശാബോധം കിട്ടി, അങ്ങനെയാ പറഞ്ഞത്. അതായത് മറ്റേത് മൊത്തം പുഴ അരിച്ചു പെറുക്കണോടത്തുനിന്ന് ഇപ്പം മാറിയിട്ട് ഈ കയറുകളുള്ള ഭാഗത്തേക്ക് എല്ലാവരും ഒരു ഫോക്കസായി. അത് നേവി മാത്രമല്ല, ഇനിയുള്ള തെരച്ചിൽ മൊത്തം ആ ഭാഗം ഫോക്കസ് ചെയ്തിട്ട് SP മറ്റുള്ള ആളുകളും ചെയ്യുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത് സാറേ. ശരി, അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും ഈ ഡ്രഡ്ജർ തിങ്കളാഴ്ച കൊണ്ടുവന്ന് മണ്ണ് മാറ്റാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ട് അല്ലേ? ഡ്രഡ്ജർ വരും എന്നാ പറഞ്ഞത്. വരും. MLA നമ്മളോട് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞത് തിങ്കളാഴ്ച വരും. ഈ തിങ്കളാഴ്ച വരെയുള്ള സമയത്ത് നാളെ ഒരു ദിവസം തെരച്ചിൽ നിർത്തി വെക്കണം എന്ന് പറഞ്ഞ്, അത് നോർമലി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നാളേക്ക് ശേഷം ആദ്യം വേണ്ടിയ സാധനം ക്രെയിനാണ്. ഈ ക്രെയിൻ ആര് കൊണ്ടുവരും? ഞാൻ പല സ്ഥലത്തും എല്ലാവരോടും ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നു. ഈ ക്രെയിൻ ആരെങ്കിലും ഒരാൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കുറച്ചും കൂടി എന്താ പറയുക കപ്പാസിറ്റി ഉള്ള ക്രെയിൻ വേണം. ഞങ്ങളെ തന്നെ സ്വന്തം ക്രെയിന് കാസർഗോഡ് ഉണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് 14 ടൺ വരെ അതിന് കപ്പാസിറ്റി ഉള്ളൂ. കാസർഗോഡിൽ വെറുതെ അവിടെ ഉണ്ട്. അതിനേക്കാളും കപ്പാസിറ്റി ഉള്ള ക്രെയിൻ ഉണ്ടെങ്കിൽ, ഇരുമ്പിൻ്റെ റോപ്പ് ഉണ്ടെങ്കിൽ, എന്താണ് ഇത് വരുന്നതിന് മുമ്പേ, ഡ്രഡ്ജർ വരുന്നതിന് മുമ്പേ ഈ പണികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ വല്ല അവിടെയുള്ള ഗ്രാമീണർ ബോഡിയോ മറ്റും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മരം പൊന്തിക്കുന്നതോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇളകി റെഡിയാവും. ശരി മനാഫ്, ശരി കേണൽ S. ഡിന്നി, ശ്രീ കൃഷ്ണദാസ്. എന്തായാലും നാളെ തെരച്ചിൽ ഉണ്ടാവുകയില്ല. വെള്ളിയാഴ്ച നേവിയുടെ സംഘവും ഈശ്വർ മൽപേയും നദിയിൽ മുങ്ങി പരിശോധനകൾ നടത്തും. അതുപോലെ തന്നെ തിങ്കളാഴ്ച ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് എത്തിക്കും. അതിനുശേഷമായിരിക്കും നദിയിലെ മണ്ണ് മാറ്റിയുള്ള പരിശോധനകൾ നടക്കുക. എന്തായാലും അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ആഴങ്ങളിൽ വീണ്ടും തുടരും. വെള്ളിയാഴ്ചയായിരിക്കും തെരച്ചിൽ തുടരുക. ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി. Navy